യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. ഈശോ നമുക്ക് മാതൃകയാണ്. ഈശോ രാവിലെയും രാത്രിയും എല്ലാം ദൈവപിതാവിനോട് പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. ഈശോയുടെ ശക്തി എന്ന് പറയും ദൈവപിതാവുമായിട്ടുള്ള ബന്ധമായിരുന്നു, അവൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. ശിഷ്യന്മാരൊക്കെ കണ്ടിട്ടുണ്ട് ഈശോ ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ദീർഘനേരത്തെ വലിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങളെയും പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണമേ. ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് കൂടി തോന്നണം ഇതുപോലൊന്ന് പ്രാർത്ഥിക്കണം. എന്നെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ പോകുന്നു? ഒരു തീക്ഷ്ണതയുണ്ടോ? ഒരു അഭിഷേകമുണ്ടോ? പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം ചെലവഴിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്യണം. ഈ അടുത്ത് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. സന്തോഷ് കരുമത്ര ബ്രദർ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ പറയാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലേ? പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമയമില്ലേ? അതിനുവേണ്ടി ഞാനൊരു കാര്യം പറയാം. പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവർക്കായിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, ലീവ് എടുത്തിട്ടാണേലും, ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്തിട്ടാണേലും നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വേറെ എളുപ്പവഴികളൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ലല്ലോ, എനിക്ക് തിരക്കാണല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. പ്രാർത്ഥിക്കാൻ നിനക്ക് സമയമില്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് നീ സമയം കണ്ടെത്തണം. എനിക്ക് പിന്നീട് കിട്ടിയ വലിയൊരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു അസുഖം വന്നു, കൈ ഒടിയുക, കാലൊടിയുക, അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും പെട്ടെന്ന് രോഗം വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഡോക്ടർ പറയുന്ന അത്രയും കാലം റെസ്റ്റ് എടുക്കാൻ നമുക്ക് സമയമുണ്ട്. എല്ലാത്തിനും നമുക്ക് പിന്നീട് സമയമുണ്ടാകും. പക്ഷെ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ മാത്രം പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ബിസിയാണ്, നമുക്ക് ഭയങ്കര തിരക്കാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എത്രമാത്രം കുറഞ്ഞു പോകുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതവും കുടുംബത്തിൻ്റെ അടിത്തറയും തകർന്നു പോകാനായിട്ട് ഇടവരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. നമ്മൾ ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾ. ദൈവഭക്തി ഇല്ലാതിരിക്കുക, പ്രാർത്ഥന ഇല്ലാതിരിക്കുക, കുർബാന ഇല്ലാതിരിക്കുക, കുംഭസാരം ഇല്ലാതിരിക്കുക, ജപമാല ഇല്ലാതിരിക്കുക, വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും തകർന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടാകാൻ, നമ്മുടെ കുടുംബത്തിൽ ശക്തി ഉണ്ടാകാൻ, അനുഗ്രഹം ഉണ്ടാകാൻ, അത്ഭുതം ഉണ്ടാകാൻ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക സമയം കണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിലൊക്കെ പറ്റുമെങ്കിൽ ഒരു താമസിച്ചുള്ള ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിശ്ചിതമായ സമയം കണ്ടെത്തി പ്രത്യേകം അതിനുവേണ്ടി ഒരു സമയം ഒരുക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ ആത്മാവ് ശക്തിപ്പെടും, നമ്മുടെ ജീവിതം ശക്തിപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹമായിട്ട് മാറും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് പ്രാർത്ഥനയിൽ ദൈവപിതാവിനോട് ഈശോ കൂടുതൽ പ്രാർത്ഥിച്ചതുപോലെ ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രാർത്ഥനയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയുടെ മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.